മാപ്പ് ക്രിയേഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഒരു സീറോ കോസ്റ്റ് ടെറേറിയം ഉണ്ടാക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു ട്യൂബ് ലൈറ്റ് വേണം, അസോള ചെടി വേണം, പിന്നെ കുറച്ച് മണലോ എന്തെങ്കിലും അത് വേണം, പിന്നെ വെള്ളം വേണം. അത്രയും തന്നെ. ഈ ട്യൂബ് ലൈറ്റിനെ നമുക്ക് ആദ്യം തന്നെ നല്ലതുപോലെ അതിൻ്റെ അകത്തെ ഇതെല്ലാം കഴുകി വൃത്തിയാക്കി എടുക്കണം. കണ്ടോ, അപ്പം നല്ല ക്ലിയറായിട്ട് ഉണ്ടാവും. പിന്നെ അതിനകത്തേക്ക് പിന്നെ സിമ്പിളായിട്ടുണ്ടാക്കാം. അതിനകത്തേക്ക് ഇതുപോലെ മണ്ണ് ഇട്ട് കൊടുക്കുക. ഒത്തിരി അധികമൊന്നും ഇടണ്ട, ഇങ്ങനെ ഒരു വശത്ത് മാത്രം ആകത്തക്കവണ്ണം ഇതേപോലെ കുറച്ച് മണ്ണും കരിങ്കല്ലിൻ്റെ പൊടിയും അങ്ങനെ ഇതെല്ലാം കൂടെ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ വേണ്ടത് അസോള ചെടിയാണ്, അതും കൂടെ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് മണ്ണൊക്കെ നല്ല കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വേണം ഇടാൻ. അല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, കഴുകി ഇട്ടിട്ട് അതിനകത്തേക്ക് വെള്ളം ഒഴിക്കുക. അപ്പം ഞാനിത് ഈ ട്യൂബ് വൃത്തിയാക്കി എടുത്തപ്പം ഒരെണ്ണത്തിൻ്റെ ഇതിലൊരു സൈഡ് പൊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം ആ സൈഡിൽ കൂടെയാണ് ചെയ്തത്. സൂക്ഷിച്ച് ചെയ്യണം, അല്ലെങ്കിൽ കയ്യിൽ ചില്ല് കയറാതെ നോക്കണം. എന്നിട്ട് ഇതുപോലെ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തിട്ട് വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിച്ചിട്ട് പതുക്കെ അതിനെ ലെവലാക്കി ഓരോ സൈഡിലേക്കാക്കി വെച്ചിരുന്നാൽ മതി. പിന്നീട് ആദ്യം ആകുമ്പോൾ നന്നായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കണം, നല്ല നനവ് വേണം. പിന്നെ നമ്മൾ അതിന് വെള്ളം കുറഞ്ഞു കഴിയുമ്പോഴത്തേക്കും നമ്മൾ നോക്കിയിട്ട് പിന്നെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. കണ്ടോ, നല്ല ഭംഗിയിൽ. ഇതിപ്പം ഞാൻ 1 മാസത്തിൽ കൂടുതലായി ഒരെണ്ണം ഉണ്ടാക്കിയിട്ട്. എനിക്കൊരു ചെറിയ ചെടി കിട്ടിയത്, അതായത് അതൊരു മരത്തിൻ്റെ ഉണങ്ങിയ മരം വെള്ളത്തിലിങ്ങനെ കിടന്ന് തന്നെ മുളച്ച് വന്നതാണ്. നല്ല ഇതായിട്ട് അപ്പം ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് എടുത്തു വെച്ചു. അപ്പം അത് നല്ല ഭംഗിയിൽ അങ്ങനെ ഞാൻ 2 എണ്ണം ഉണ്ടാക്കി. 4 എണ്ണം ഉണ്ടായിരുന്നു, പക്ഷേ അത് എടുത്തപ്പോഴത്തേക്കും പിന്നെ 2 എണ്ണം സൂക്ഷിച്ചെടുത്ത് വെച്ചതാണ്. അതിൽ മീനിനെ ഇടാമെന്ന് വിചാരിച്ചു. അത് കാറ്റത്ത് വീണ് അതങ്ങ് പൊട്ടിപ്പോയി. അത് കാരണം അത് പറ്റിയില്ല. അതിനാൽ ടെറേറിയം ഉണ്ടാക്കി. ഇതേപോലെ ജനലിന് സമീപം വെച്ചിരിക്കുകയാണ്.